ഹലോ ഗായ്സ്, അപ്പോൾ എൻ്റെ മൂന്നാമത്തെ എപ്പിസോഡാണിത്. കഴിഞ്ഞ എപ്പിസോഡിൽ എനിക്ക് നല്ല വ്യൂവേഴ്സ് കിട്ടി. ഇപ്പം ഞാൻ ഫുഡ് ഒപ്പിക്കുന്നതിലാണ്. കാരണം ഇപ്പോൾ എനിക്ക് ഫുഡിലും എൻ്റെ ഇൻവെൻട്രി ഉണ്ടോ, ഇനി ഒരൊറ്റ ഇതും കൂടെ ഉള്ളൂ എനിക്ക് ബാക്കി. ഇതും കൂടി ഇപ്പം തീരും. അതിന് എനിക്ക് എൻ്റെ ഇൻവെൻട്രി ഒന്ന് കംപ്ലീറ്റ് ആകും. അത് മാത്രമല്ല, അതുകൊണ്ട് ഒരു സ്മോക്കർ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എങ്ങനെ ക്രാഫ്റ്റ് ചെയ്യുന്നതെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇതാണ് സ്മോക്കറിൻ്റെ റെസിപ്പി. അതായത് 4 ജംഗിൾ ലോഗ് വേണം, ഒരു ഫർണസും അതിൻ്റെ സെൻറ്ററിൽ ഒരു ഫർണസും 4 ജംഗിൾ ലോഗും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സ്മോക്കർ കിട്ടും. നമ്മളത് ക്രാഫ്റ്റിൻ്റെ കുറിച്ച് സെർച്ച് ബാറിൽ പോയി നിൽക്കിയാൽ മതി. ഇപ്പം ഞാൻ കുറച്ച് ഫുഡ് ഒപ്പിക്കുന്ന തിരക്കിലാണ്. നിങ്ങൾ ഫൈറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ചാടി അടിക്കാൻ ട്രൈ ചെയ്യുക. കാരണം നിങ്ങൾ സോംബിയുടെയൊക്കെ അടുത്തെത്തുമ്പോൾ സോംബി അടുത്തെത്തുമ്പോൾ ചാടി അടിക്കരുത്. അപ്പോൾ നിങ്ങൾ അടിച്ച് പറപ്പിക്കും. സോംബി ഏകദേശം നിങ്ങളുടെ അടുത്തെത്തി പറയുമ്പോൾ ചാടി അടിച്ചടി, അതായത് നിങ്ങൾക്ക് നല്ല ദൂരെ നിന്ന് തന്നെ ഗ്ലിച്ചാവും. ആണോ, ചാടി അടി എനിക്ക് 2 അടിക്ക് ചെയ്യും, ഇല്ല 3-4 അടി ഞാൻ അടിക്കേണ്ട വരും. ഇപ്പം എൻ്റെ കയ്യിലിപ്പോൾ എത്ര ഫുഡുണ്ട്? ഇത് റോ ബീഫ് 3 എണ്ണം, റോ ചിക്കൻ, റോ മട്ടൺ. ഇനി ഇതൊക്കെ നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. കുക്ക് ചെയ്യാൻ നമുക്ക് ഈ സ്മോക്കർ തന്നെ വേണമെന്നില്ല. സ്മോക്കർ അല്ലാതെ നമുക്ക് നമ്മുടെ ഫർണസ് യൂസ് ചെയ്യാം. പക്ഷേ സ്മോക്കറിൽ ഒരിത്തിരി കൂടെ ഫാസ്റ്റ് ആയതുണ്ട്. പോർക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് പന്നീനെ കൊന്ന് കിട്ടുന്നതാണ് ഈ പോർക്കെന്ന് പറയുന്നത്. ഇവിടെ ഫ്യൂവലും നമുക്ക് കുക്ക് ചെയ്യേണ്ട സാധനം ഇതിൻ്റെ തൊട്ട് മുകളിൽ വെച്ചെടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര സ്പീഡിലായിരിക്കും ആവുന്നത്. നമുക്ക് എക്സ്പിയും കിട്ടും. എക്സ്പി മറ്റേതിൽ ചെയ്താലും കിട്ടും, പക്ഷേ ഇതിൽ ഇത്തിരി കൂടുതലാണ് കിട്ടുന്നത്. നല്ല സാധനമാണ് ഈ പോർക്കെന്ന് പറയുന്നത്. അപ്പം ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ വട്ടം ജംഗിളിൽ പോയി വന്നപ്പോൾ നമുക്ക് 2 സ്റ്റാക്ക് അടുപ്പിച്ച് ജംഗിളിലോ കിട്ടി. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മുടെ ഇത് തീർക്കാൻ പോകുന്നത്. അതിൻ്റെ പേര് വെച്ചാൽ നമ്മുടെ ഒരു മിനി ചെസ്റ്റ് റൂം. അതായത് നമുക്കിവിടെ ജസ്റ്റ് ഇങ്ങനെ ഒരു 4 ലെയർ ഇങ്ങനെ വെച്ച്, അത്രേ ഉള്ളൂ നമ്മുടെ എപ്പിസോഡ്. എന്ന് വെച്ചാൽ ചെറിയൊരു എപ്പിസോഡാണ്. അത് ഇവിടെ 2 ചെസ്റ്റ്, ഇവിടെ 2 ചെസ്റ്റ്, അങ്ങനെ 2 ലെയർ ചെസ്റ്റെങ്കിലും നമ്മൾ വെക്കാൻ ട്രൈ ചെയ്യും. നമുക്ക് നോക്കി നോക്കാം. അവിടെ ഇതായോ, ഇത് വേഗമാവും, സ്മോക്കറിൽ വേഗമാവും കേട്ടോ. ഇത് സ്റ്റീക്കാണ്, ഇത് പോർക്ക്. നമുക്ക് ഇത് വെച്ച് കൊടുക്കാം. ഇത് ചിക്കൻ തന്നെയാണ്. ഇനി നമുക്ക് ഇത് മാത്രമല്ല, ബ്ലാസ്റ്റ് ഫർണസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതിൻ്റെ യൂസ് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇവനെ കൊന്ന് ബ്ലാസ്റ്റ് ഫർണസിൽ നമുക്ക് സ്മെൽറ്റ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ഇതുണ്ടോ ഇത്ര വേഗം ചിക്കനായി സ്മെൽറ്റ് ചെയ്യുക. അതായത് നമ്മുടെ കോപ്പർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ സ്മെൽറ്റ് ചെയ്യാനല്ലാതെ അതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ ഗുണവും കാര്യങ്ങളൊന്നുമില്ല. ഗുണമുണ്ട്, അതിലും വേഗം ഇതുപോലെ സ്മെൽറ്റ് ആവും. എക്സ്പി കൂടുതൽ ചെയ്യും. നിങ്ങൾ അടിക്കുമ്പോൾ ബെഡ് റോക്ക് എഡിഷൻ കളിക്കുക, ചാടി അടിക്കുന്നത് കാണിച്ചു തരാം. ഒരു പാർട്ടിക്കിൾസ് ഒന്നുണ്ട് അതിൻ്റെ ചുറ്റിനും, പക്ഷെ നമ്മൾ നോർമലായിട്ട് അടിക്കുമ്പോൾ അങ്ങനെയൊന്നും വരുന്നില്ല. ചാടി അടിക്കുമ്പോൾ ഒരു പാർട്ടിക്കിൾസ് വരും. കഴിഞ്ഞ എപ്പിസോഡ് ഇത്തിരി ലോങ് ആയിപ്പോയെന്ന് എനിക്കറിയാം. ഇവനെ കൊന്നു, ഇത്തിരി ലോങ് ആയിപ്പോയി, സോറി. എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. വീടിൻ്റെ പണിയും കൂടെ ആയി കഴിഞ്ഞപ്പോൾ ഇത്തിരി കൂടുതൽ ലോങ് ആയിപ്പോയി. നമുക്ക് ഇത്തവണ ഞാൻ പരമാവധി അതുകൊണ്ടാണ് ഷോർട്ടാക്കാൻ നോക്കുന്നത്. എൻ്റെ ഇത് തീർന്നു. വുഡ് നിങ്ങൾ ഇത് തന്നെ എടുത്ത് വെക്കരുത്, ജംഗിൾ ലോഗ് തന്നെ. ഇത് നിങ്ങളിങ്ങനെ പ്ലാങ്ക് ആക്കണം. പ്ലാങ്ക് ആക്കുന്നതിന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ കൂടുതൽ കിട്ടും. ഇത് കുക്ക്ഡ് മട്ടൺ, കുക്ക്ഡ് പോർക്ക്, കുക്ക്ഡ് സ്റ്റീക്ക് അങ്ങനെ പറഞ്ഞ് നമുക്ക് കുറേ സാധനങ്ങൾ കുക്ക് ചെയ്യാൻ പറ്റും. ഈ 3 സാധനങ്ങളാണ് മെയിനായിട്ടും. ഇനിയുള്ളത് ക്യാരറ്റ്, പൊട്ടറ്റോ അങ്ങനത്തെ വെജിറ്റബിൾ ഐറ്റംസാണ്. അപ്പം നിങ്ങൾ ഈ റൂഫിൻ്റെ കാര്യം നിങ്ങൾ ആരും കമൻറ്റ് ചെയ്തില്ല. അത് മാത്രം എനിക്ക് നല്ല വിഷമമുണ്ട്. അത്രയും വ്യൂവേഴ്സ് കിട്ടിയിട്ട് ഒരാൾക്കെങ്കിലും ഇവിടെ കമൻറ്റ് ചെയ്യായിരുന്നു എന്ത് വേണമെന്ന്. ഓക്കെ, നിങ്ങളിപ്പോൾ ആരും കമൻറ്റ് ചെയ്യാത്ത സ്ഥിതിക്ക് ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്യേണ്ടതാണ്. ഇല്ലെങ്കിൽ നമ്മുടെ ഈ എപ്പിസോഡ് അങ്ങനെ അധികം കാലം മുമ്പോട്ട് പോവില്ല. എന്തായാലും നമുക്ക് എൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഞാൻ എന്തെങ്കിലും ഇത് തന്നെ വെക്കാനാണ് എൻ്റെ പ്ലാൻ. നിങ്ങൾ എന്തെങ്കിലും ഒരു ഐഡിയ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്പം തന്നെ ചെയ്യും. അയാളുടെ പേരും ഞാൻ എൻ്റെ ചാനലിൽ പറയുന്നതാണ്. ഉറപ്പായിട്ട് ഞാൻ പറയും എൻ്റെ ചാനലിൽ. അയാളുടെ പേരായിരിക്കും ആദ്യം. ഞാൻ ഒരു നെയിം ബോർഡ് ക്രാഫ്റ്റ് ചെയ്യണമെന്നുണ്ട്. അതായത് ജസ്റ്റ് ആ ഒരു ബോർഡിൽ നമ്മുടെ പേരൊക്കെ നമ്മൾ എഴുതി വെക്കും, സബ്സ്ക്രൈബേഴ്സിൻ്റെ. ഞാൻ ശ്രുതിയുടെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഓക്കെ, നമുക്കെന്തെങ്കിലും ഇത് വെച്ച് കൊടുക്കും. ഇപ്പം നൈറ്റുമാണ്. ഞാനിപ്പോൾ ഫുള്ള് കോപ്പർ ആർമറാണ്. പക്ഷേ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ ബേസിലാണ് ഇപ്പോൾ നമ്മൾ ഈ കോപ്പർ ആർമർ
പക്ഷേ എന്ത് ഞാൻ പറയുന്നത്, ഈ കോപ്പർ ആർമർ ഇട്ടിട്ട് ആണ് ഞാൻ ഇപ്പം നടക്കുന്നത്. ഇനിയിപ്പോൾ എനിക്കത് വൈകാതെ അയൺ ആർമറിലേക്ക് വാങ്ങണം. ഇപ്പം എൻ്റെ ബേസ് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയതാണ്. അതിൻ്റെ ട്യൂട്ടോറിയൽ ഞാൻ വേണമെങ്കിൽ ട്യൂട്ടോറിയലായിട്ട് ഒന്നുകൂടെ പറയാം. അത് ഞാൻ ട്യൂട്ടോറിയൽ പോലെ തന്നെയാണ് ഞാൻ ചെയ്തതും, കാരണം അതുകൊണ്ടാണ് അത്ര ടൈം എടുത്തു പോയത്. വേണമെങ്കിൽ ഞാൻ ട്യൂട്ടോറിയൽ അല്ല വേറൊരു സെപ്പറേറ്റും ചെയ്തു തരാം. എനിക്ക് പിന്നെ നിങ്ങൾ പിന്നെ കമൻറ്റ് ചെയ്യണം, ഞാൻ ഏതെങ്കിലും ബോസിനെ കൊല്ലാം. അതായത് നമ്മുടെ വെതർ, അങ്ങനെ ഏതെങ്കിലും ബോസിനെ ഞാൻ വേണേൽ കൊല്ലാം. വെതറിനെയൊക്കെ ഞാൻ കൊന്നിട്ടുള്ളതാണ് പണ്ടേ. അല്ലാതെ പിന്നെ നമ്മുടെ എൻഡർ ഡ്രാഗനെയോ അമ്മരെല്ലാം ഞാൻ കൊന്നിട്ടില്ലാണ്. നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അവരെ കൊല്ലാം. പിന്നെ ബെഡ് വാർ ആരെങ്കിലും കളിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ വേണേൽ കളിക്കാം. പക്ഷേ ഈ മൾട്ടിപ്ലെയറിന് ഞാൻ ഇപ്പം കളിക്കുന്നില്ല, കുറച്ച് കഴിയട്ടെ എന്ന് കരുതിയിട്ടിരിക്കുവാണ്. ഞാൻ ഈ റൂഫൊന്ന് കംപ്ലീറ്റ് ചെയ്തു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും ബോസിനെ കൊല്ലണം എന്നുണ്ടെങ്കിൽ, അതായത് സ്കിൽസൊക്കെ ഒന്ന് കാണണം എന്നുണ്ടെങ്കിൽ, എനിക്കെല്ലാം സ്കിൽസ് ഇല്ല, പക്ഷേ ഞാൻ അത്യാവശ്യം എല്ലാ ബോസിനെയും കൊല്ലും, കാരണം എല്ലാവരെയും എനിക്കറിയാം അവരുടെ വീക്ക്നെസ് എന്താണെന്ന്. അതായത് വെറും കൈയും കൊണ്ടല്ല, എനിക്ക് ആവശ്യമുള്ള എൻജോയ്മെൻറ്റും എൻ്റെ ടൂൾസും ഏത് സോംബി എടുത്തിട്ടുണ്ട്, ടൂൾസും കാര്യങ്ങളെല്ലാം എനിക്ക് ആവശ്യമുള്ളതെല്ലാം എടുത്തിട്ട് ഞാൻ ഉറങ്ങാൻ പറ്റുന്നില്ല. കള്ള സ്പൈഡർ. ഓക്കെ 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 ഇത് കിട്ടുന്നില്ല കഴിച്ച് എനിക്ക്. എൻ്റെ കയ്യിൽ ഇവിടെ 2 ബെഡ് നടക്കറിയാം. 2 ബെഡുണ്ട് കയ്യിൽ, കുഴപ്പമില്ല. നമുക്ക് ഒരു ബെഡ് ഇവിടെ പ്ലേസ് ചെയ്തിട്ട് ഇവിടെ ഉറങ്ങുന്നു. ഇനി ഞാൻ ബെഡ് വാറും കളിക്കും. അത് ഇതിൽ തന്നെയുള്ള സെർവറിലെ ബെഡ് വാറാണ്. ഞാൻ പിന്നെ ബെഡ് റോക്ക് പ്ലെയർ ആണ്. ഇത് വിട്ടിരുന്നോട്ടെ, ഇത് നമുക്ക് വിട്ടിരുന്നോട്ടെ. ഞാനത് റൂഫ് അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ പരിപാടി നമ്മുടെ ചെസ്റ്റ് റൂമാണ്, ഒരു മിനി ചെസ്റ്റ് റൂം, അതായത് 4x4. പിന്നെ നമ്മളിത് ഇതെല്ലാം ഒന്ന് അടുക്കും ചിട്ടയിലും വെക്കും. ആദ്യം എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നേരെ പോയിട്ട് ഇവിടെ ഒരു സ്പൈഡർ, എൻ്റെ കയ്യിൽ ഷവ്വലേ ഉള്ളൂ, ഷവ്വലും കൊണ്ട് അവൻ ചാവുമെന്തോ. കണ്ടോ ഞാൻ പിന്നെ ഒരു ഷീൽഡ് ക്രാഫ്റ്റ് ചെയ്തിട്ടോ ഗൈസ്, ഞങ്ങൾ പറയാൻ പറ്റിയതാണ്. ഞാൻ ഒരു ഷീൽഡ് ക്രാഫ്റ്റ് ചെയ്തു. ഷീൽഡിന് ഒരൊറ്റ അയൺ മതി, ഒരൊറ്റ അയൺ ഇങ്കട്ട് ഉണ്ടെങ്കിൽ ഇതാണ് ഷീൽഡിൻ്റെ റെസിപ്പി. ഇവിടെ വെച്ച് ഇതാണ് ഇങ്ങനെ ഓക്ക് വെക്കണം, എന്നിട്ട് ഇതിനെ നടുക്കൊരു അയൺ നഗട്ടും കൂടെ വെച്ച് നമുക്ക് നമ്മുടെ ഷീൽഡ് കിട്ടും. അപ്പം നമുക്കിതാ ഫസ്റ്റ് തന്നെ നമ്മുടെ ഇത് പൊട്ടിച്ച് കയ്യിലേക്ക് എടുക്കാം. അത് ഞാൻ പൊട്ടിച്ചു. ഇനി അടുത്ത് നമ്മുടെ ഫർണസ്. ഓക്കെ, ഫർണസ് എനിക്ക് കിട്ടുന്നില്ല, ഇത് പോട്ടെ, സ്റ്റിങ് പോട്ടെ. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞത്, ഓൾറെഡി എൻ്റെ ഇൻവെൻ്ററി കംപ്ലീറ്റ് ആണ്. സാപ്ലിംഗ് അവിടെ നട്ട് വെക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ എനിക്ക് പിന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതും പോട്ടെ, ഇതിൻ്റെ ആവശ്യമില്ല. സ്ട്രിങ്ങൊന്നും ആവശ്യമില്ല. ഈ ഇൻവെൻ്ററിനെ ഇങ്ങനെ എടുത്ത് എറിയുന്നതാണ് സുഖം. ഇപ്പം തന്നെ എൻ്റെ ചെസ്റ്റ് റൂം എനിക്ക് ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഒരു മിനി ചെസ്റ്റ് റൂമല്ല, എൻ്റെ ഇൻവെൻ്ററി ഒന്ന് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി ചെറിയൊരു സ്റ്റോറേജ് എന്ന് മാത്രമേ അതിന് പറയാൻ പറ്റുള്ളൂ. വളരെ ചെറിയൊരു സ്റ്റോറേജാണ് കേട്ടോ അത്. ഞാൻ അത്ര വലിയൊരു ആർപ്പാടത്തിലേക്ക് ഇപ്പോൾ പോകുന്നില്ല, അതുകൊണ്ടാണ്. ഞാനിപ്പോൾ എന്തായാലും ഇവിടെയാണ് എൻ്റെ ആ ഒരു ബെഡും ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഏകദേശം ഒരു സെൻറ്ററിലാണ് ഞാൻ ഒരു ബെഡൊക്കെ പ്ലേസ് ചെയ്തു ഇവിടെ. എന്നിട്ട് ഞാൻ എൻ്റെ സ്മോക്കറും ഫർണസും എടുത്തു. ഇവിടെ 2 ക്രാഫ്റ്റിംഗ് ടേബിളോ ഇതിവിടെ വെച്ചു. ഇനി നമ്മളിത് ഇവിടെയാണ് നമ്മുടെ ഒരു ചെസ്റ്റ് വരുത്താൻ പോണത്. അതിന് മുമ്പ് ഒരു ബാരൽ നമ്മൾ ക്രാഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് നമുക്ക് എത്ര ചെസ്റ്റ് വേണം നോക്കട്ടെ. 1 2 4 6. നമ്മൾ 6 ചെസ്റ്റാണ് മൊത്തം ക്രാഫ്റ്റ് ചെയ്യേണ്ടത്. അതായത് ഒരു ലെയറിൽ 2 ചെസ്റ്റ്. അപ്പം നമുക്ക് 4 നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 1 2 3 4 ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഓക്കെ ഉണ്ടാക്കാം. 4 5 നമുക്ക് എത്ര വേണ്ടേ? 6 തന്നെയല്ലേ? പ്ലേസ് ചെയ്തില്ല, മനസ്സിലാവില്ല. 1 2 3. ഇതല്ല നമ്മുടെ ചെസ്റ്റ് റൂം നമ്മൾ വരാൻ പോകുന്നത് വലിയൊരു ചെസ്റ്റ് റൂം തന്നെ ആയിരിക്കും. നമ്മളൊരു ഐറ്റം ഫ്രെയിം ഒക്കെ വെച്ചിട്ടായിരിക്കും അത് ക്രാഫ്റ്റ് ചെയ്യുന്നത്. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യണം, കാരണം
ഇപ്പം അതിൻ്റെ റീസോഴ്സ് ഒപ്പിക്കാൻ എനിക്ക് ടൈമില്ല, അതുകൊണ്ടാണ്. ഇപ്പം ഞാൻ ക്രാഫ്റ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ബാരലാണ്. ബാരലിൽ വേണ്ടത് നമുക്ക് 2 ഇത് മതി. 2 നമുക്കിപ്പം ഇൻവെൻട്രി കൊണ്ട് കംപ്ലീറ്റ് ആയി. നേരെ ഇങ്ങോട്ടേക്ക് വരുന്നു. ഇൻവെൻട്രി ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കട്ടെ. ഓക്കെ, ഞാൻ എൻ്റെ ഇൻവെൻട്രി ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇൻവെൻട്രി ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി ഇതെടുത്തു. 4 നമുക്ക് 2 സ്ലാബും നമ്മൾ ഇതാണ് അതിൻ്റെ റെസിപ്പി. ഇത് 2 സ്ലാബാണ് കേട്ടോ. സ്ലാബ് എന്നിട്ട് നമുക്കിത് 1 2 3 ഞാനത് ഇതിന് നമുക്ക് നമ്മൾ നോർമലി വെക്കുന്ന പോലെ നമുക്കിങ്ങനെ വലുതാക്കാൻ പറ്റില്ല. 2 വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഇത് 2 തന്നെയായിരിക്കും. ഇതിൻ്റെ ഇൻവെൻട്രി ഇത്രയേ ഉള്ളൂ, ചെറുതാണ് ഇതിൻ്റെ. ഇത് നമുക്ക് ചെസ്റ്റ് ഇതിൽ പൊട്ടിച്ച് കഴിഞ്ഞാലും നമ്മുടെ കയ്യിൽ സാധനങ്ങളും ചെസ്റ്റ് വേറെ ഇത് വേറെ അങ്ങനെ കിട്ടുള്ളൂ ഇതിലും. അല്ലാണ്ട് ഇനി അങ്ങനെയല്ല, നമുക്ക് ഷൾക്കർ ബോക്സ് പോലെ ഷൾക്കർ ബോക്സൊക്കെ നമുക്ക് എടുക്കണം. അയ്യോ, ഇതിങ്ങനെയല്ല വരണ്ടേ, പ്ലേസ് ചെയ്ത് തെറ്റിപ്പോയി, സോറി. ഓക്കെ, ഈ ഒരു എപ്പിസോഡ് ഞാൻ വേഗം തീർക്കാനാണ് ട്രൈ ചെയ്യുന്നത്, കാരണം ഇന്നലത്തെ എപ്പിസോഡ് ഇത്തിരി കൂടിപ്പോയി. അപ്പം ഇതാണ് ഇപ്പം എൻ്റെ ഒരു ഇൻവെൻട്രീൻ്റെ അവസ്ഥ. ഞാൻ ഇൻവെൻട്രി ഫുള്ള് ക്ലീൻ ആക്കിയത്, ആ സാധനങ്ങളൊക്കെ എടുത്തു. ഓക്കെ, ഇപ്പം ഇതാണ് എൻ്റെ വീടിന് തൽക്കാലത്തേക്ക്. എനിക്കിപ്പം ഇങ്ങനെ വേണം വെക്കാൻ. ഓക്കെ, ഇനിയിപ്പോൾ 3-4 ദിവസത്തേക്ക് ഇത് ഇങ്ങനെയായിരിക്കും എൻ്റെ വീടിരിക്കുക. ഈ ബാരലിനുള്ള നമുക്ക് ഐറ്റംസ് ഇങ്ങനെ സോഫ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ചെസ്റ്റ് ഇപ്പോൾ ഇതൊരു വലിയ ചെസ്റ്റ് അല്ല കേട്ടോ, ഇതൊരു ചെറിയ ചെസ്റ്റും വേറൊരു ചെസ്റ്റും കൂടെ വെക്കുമ്പോഴാണ് ഇത്രയും വലിയ ചെസ്റ്റ് കിട്ടുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ ഒന്നെങ്കിൽ അണ്ടർ ബേസ് ആയിരിക്കും നമ്മുടെ ചെസ്റ്റ് വരുന്നത്, അല്ലെങ്കിൽ നമ്മളിതാ അവിടെ എങ്ങാണത് ഇവിടെ എങ്ങാണ്ട് ചെസ്റ്റ് റൂം തന്നെ മേക്ക് ചെയ്യും. എൻ്റെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ അടിയിലാണ്, കാരണം ഞാൻ എല്ലാത്തിലും വീടിൻ്റെ അടിയിൽ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എപ്പിസോഡ് ഇട്ടിട്ടില്ല, പക്ഷെ ഞാൻ എല്ലാത്തിലും അങ്ങനെ തന്നെയാണ് ഇട്ടേക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഏകദേശം 12 മിനിറ്റാണ്. അപ്പോൾ ഇത്രയും ഞാൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുള്ളൂ. പക്ഷെ ഇപ്പം എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നതാണ്, നമുക്ക് കുറച്ച് നേരം മൈനിങ്ങിന് പോവാം. ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ വട്ടം കേവ് കാണിച്ചു ഞാൻ എൻ്റെ വീടൊന്നും അടച്ചിട്ട്, ഇല്ലെങ്കിൽ അതുപോലെ തന്നെ ആരും കമൻറ്റ് ചെയ്തിട്ടില്ല, അല്ല എൻ്റെ ശ്രദ്ധയിൽ തന്നെ പെട്ടു. കമൻറ്റ് ചെയ്താലും വലിയ കാര്യമൊന്നുമില്ല, ആരും കമൻറ്റ് ചെയ്തിട്ടില്ല. ടോർച്ച് വെക്കാനും, അതായത് ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര ഇരുട്ടായിരുന്നു, ഇതും കൂടെ മൂടി വന്നിപ്പോൾ നല്ല ഇരുട്ടാവും. ഇത് വെച്ചത് എനിക്കിപ്പോൾ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അത് മാത്രമല്ല നമ്മുടെ ഈ വുഡില്ല, അതായത് ഈ ഓക്കല്ല, നമ്മുടെ നോർമൽ വുഡ് അതിൻ്റെ കയ്യിലില്ല. ചെസ്റ്റിനെടുത്ത് നമ്മുടെ ഈ ഓക്ക് ഫർണസ് കൊണ്ടുവച്ചാൽ നമുക്ക് ചാർക്കോൾ എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും. ഇനി ആർക്കെങ്കിലും കോള് കിട്ടാതെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ചാർക്കോൾ എടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ കോളുണ്ട്, അപ്പോൾ കോൾ അവിടെ നിന്ന് എനിക്ക് മൈൻ ചെയ്യണം. ഓക്കെ, ആ കോള് തീർന്നു കഴിയും, ശരിയാ, ആ കോള് തീർന്നിട്ടുണ്ട്. കോള് തീർന്ന സ്ഥിതിക്ക് നമുക്ക് ഈ ഫർണസിലേക്ക് ഈ ഒരു ഇതും വെക്കുക. അതിൽ നമുക്ക് സ്റ്റോർ ചെയ്യാം കേട്ടോ, ചെറിയ രീതിയിലുള്ള സ്റ്റോർ അതിലും ചെയ്യാം. നമുക്കിതാ ഈ ഒരു 27 കെട്ടെടുക്കുക. 27 വേണ്ട, കുറച്ച് മതി. ഇതിന് ഇങ്ങനെ തന്നെ എടുത്തങ്ങ് ഫർണസിലേക്ക് വെക്കും. അപ്പോൾ ഇത് ചൂടാവുന്നുണ്ടാവും. നമുക്ക് ഇതിൽ നിന്ന് ഒരേ ഒരു പീസ് ഒന്ന് എടുക്കാം. 2 എടുക്കാം. ഈ സ്മോക്കറിൽ വെക്കാൻ പറ്റുമോ നോക്കി നോക്കാം. ഇതുണ്ടോ, സ്മോക്കറിൽ വെച്ചതുണ്ടോ, അതാവുന്നില്ല. കാരണം ഈ സ്മോക്കറിൽ വെച്ച് കഴിഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്. ബ്ലാസ്റ്റ് ഫർണസിൽ നോക്കിക്കഴിഞ്ഞാൽ അതുപോലെ ഇതാണ് നമ്മുടെ ചാർക്കോൾ എന്ന് പറഞ്ഞ സാധനം. ഇതിനെങ്ങനെ യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് എടുത്തിട്ട് ഇതിൽ നിന്ന് ഞാൻ കുറച്ച് ഇത്രയും നോക്കാം. ഇത് ഞാൻ നേരെ എടുത്തുകൊണ്ട് ഓക്കാക്കിയിട്ട് ഇങ്ങനെ ഇതിനെ നേരെ കൊണ്ടുവന്ന് സ്റ്റിക്കാക്കി കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്ന പോലെ അയ്യോ സ്റ്റിക്കല്ല കൈ സോറി ഇത് വെച്ച് കഴിഞ്ഞതാ നമ്മുടെ ടോർച്ച് സെറ്റായി. ഇതുകൊണ്ട് നമുക്ക് ടോർച്ച് ഉണ്ടാക്കുക എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം എൻ്റെ വീട് കാണാൻ ചെറിയൊരു ലുക്ക് വന്നിട്ടുള്ള, പുറമേ നോക്കി കഴിഞ്ഞാൽ വലിയൊന്നുമില്ല, പക്ഷെ ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു വീട് തന്നെയാണിത്.
ഇതെൻ്റെ സ്റ്റാർട്ടഡ് ബേസ് ആണ്. വേണ്ടി വന്നാൽ ഞാൻ അത് മാറ്റും. ഇത് പിന്നെ എത്ര കാലം നിൽക്കുന്നതെന്ന് എനിക്കും പറയാൻ പറ്റുന്നില്ല. നമുക്ക് ഇൻവെൻട്രി ചെസ്റ്റ് തന്നെ വേണമെന്നില്ല. അതുകൊണ്ടോ സ്റ്റിക്ക് താഴെയും ഇത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ റെസിപ്പി കാണിക്കുന്നുണ്ട്. 16 ടോർച്ചും ക്രാഫ്റ്റ് ചെയ്യാം. 24ആയി. നമുക്കിനി കുറച്ച് ചാർക്കോളും കൈ പിടിച്ചും പോകാനുണ്ട്. ഒന്നും കൂടെ ആവട്ടെ. ഓക്കെ ഫാസ്റ്റ്. നമുക്ക് നേരെ ഇനി മൈനിങ്ങിന് പോവാം. എൻ്റെ കയ്യിൽ 2 ഡ്യൂറബിലിറ്റി 2ൻ്റെയും കുറവുള്ളൊരു പിക്കാക്സാണ്. അത് പൊട്ടുന്ന വരെ നമുക്ക് മൈനിങ്ങിന് പോകാം. പിന്നെ ഒരു കേവിൽ ഇറങ്ങണം എന്ന് എനിക്കുണ്ട്. പക്ഷെ എനിക്ക് ചെറിയൊരു പേടിയാണ്. കാരണം കേവ് എത്രത്തോളം അവിടെ സോംബി നിൽക്കുന്നത് പോലില്ല. കേവ് എത്രത്തോളം ഡേഞ്ചറസ് ആണെന്ന് ഞാൻ ഇതുവരെ നോക്കില്ല. കേവിനുള്ളിൽ കുറച്ച് അയണൊക്കെ എനിക്ക് കാണാം. അപ്പം ഞാൻ കേവിലേക്ക് ഇന്ന് ഇറങ്ങാൻ പറ്റുമെന്നാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഇനി അല്ലെങ്കിൽ ഞാൻ ഡീപ്പ് സ്ലേറ്റ് എത്തും. ഇതിലേതെങ്കിലും ഒന്ന് നടക്കും. ഇവിടെ ഇങ്ങനെ 1, ഇവിടെ 2, 3 അങ്ങനെ കുറച്ച് കോളം ഇരിക്കുന്നുള്ളൂ. പക്ഷെ എനിക്ക് ചാർക്കോളാണ് എളുപ്പം. വേണ്ടേ, അത് അവിടെയാണ്, നിങ്ങൾക്ക് കാണൂല. അത് അവിടെ കുറച്ച് ഗോൾഡ് ഇരിക്കുന്നുണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഗൈസ് എൻ്റെ ഐഡിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് ഇവിടുന്ന് ഇങ്ങനെ ഒരു സ്റ്റെയർ ഉണ്ടാക്കാനാണ് എൻ്റെ പ്ലാൻ. നമ്മൾ ഇങ്ങോട്ട് വന്ന് അതേപോലെ തന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഒരു സ്റ്റെയർ. നമുക്ക് സ്റ്റോൺ പിക്കേക്സ് എടുക്കാം. ഞാൻ ഇവിടെ നിന്ന് ഉണ്ടാക്കി അതേ ഒരു ഫീൽഡിൽ തന്നെ ഒരു സ്റ്റെയർ ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ നടക്കൂല. അപ്പോൾ ഞാൻ താഴെ എത്തേണ്ടതാണ്. കണ്ടോ നല്ല ആഴത്തിലാണ്. കാരണം എനിക്ക് MLG ചെയ്യാൻ വേണ്ടി എൻ്റെ കയ്യിലൊരു വാട്ടർ ബക്കറ്റ് പോലും ഇല്ല. എൻ്റെ കണ്ണ് കണ്ടോ ഗൈസ്, കള്ളൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ആ വഴി ഇറങ്ങാൻ പറ്റൂല. ഇനി നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ഒരു സ്റ്റെയർ ഉണ്ടാക്കി നമുക്ക് ഇറങ്ങാം. പക്ഷെ അത് നമുക്ക് ഭയങ്കര ചൊറയാണ് ഗൈസ്. അത് ഭയങ്കര റിസ്ക്കാണ്. ഭയങ്കര എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഏതെങ്കിലും ക്രീപ്പറൊക്കെ ഇവിടെ സ്പോണാകാൻ ചാൻസ് ഉണ്ട്. കേവും കൂടെ ആയതുകൊണ്ട് അവിടെ സ്പോണാവണ്ടല്ലേ ഇവിടെ സ്പോണാവും. ഭയങ്കര റിസ്ക്കാണ്. നമ്മളെ കൊണ്ടാവും തോന്നുന്നില്ല. ഓക്കെ, അപ്പം ഞാൻ വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ നോക്കട്ടെ. അവിടെ കണ്ടോ കേസ്, ഒരു നീല വിളിച്ച അവിടെ അതെന്താണെന്ന് എനിക്കൊന്ന് അറിയാൻ ഭയങ്കര ആഗ്രഹം. ഇവിടെ ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇതിൻ്റെ ഒരു വൈ ലെവൽ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് നേരെ താഴേക്ക് ഒഴിക്കായിരുന്നു. ഓക്കെ, ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് ഇറങ്ങാൻ വേണ്ടി എന്തെങ്കിലും ഐഡിയ ഉണ്ടോ നോക്കിയിട്ട് കണ്ടുപിടിച്ച് ഞങ്ങൾ അപ്ഡേറ്റ്. ഗൈസ്, എൻ്റെ ചെറിയൊരു കയ്യപ്പത്തം കൊണ്ട് ഞാൻ താഴെ വീണു ഗൈസ്. അപ്പം ഞാനത് നൈറ്റുമാണ്. ഇങ്ങനെ എൻ്റെ വീട്ടിലേക്ക് എത്തല് ഒരിത്തിരി ബുദ്ധിമുട്ടാണ് ഗൈസ്. ഓ മൈ ഗാഡ് ഗൈസ്, എൻ്റെ ചെറിയൊരു കയ്യപ്പത്തം. എൻ്റെ ഞാൻ എത്ര സ്പീഡിൽ പോകാൻ നോക്കിയാലും ഞാൻ ചാവും ഗൈസ്. കാരണം അത് ഉറപ്പാണ്. പറ്റും തോന്നില്ല ഗൈസ് എനിക്ക്. ഞാൻ ആ സ്റ്റെയർ ഉണ്ടാക്കുമായിരുന്നു. സ്റ്റെയർ ഉണ്ടാക്കുന്നതിനിടയ്ക്ക് ഞാൻ സ്ക്രൗച്ച് ചെയ്ത് നിൽക്കാമെന്ന് കരുതിയിട്ട് ഞാൻ ഒന്ന് ഇറങ്ങിപ്പോയതാണ്. സോറി, എൻ്റെ ആർമറും കാര്യങ്ങളെല്ലാം പോയി. എൻ്റെ ടോർച്ചും കാര്യങ്ങളെല്ലാം പോവുകയും ചെയ്തു ഗൈസ്. ഓക്കെ, നമുക്കിനി എന്തായാലും ഇതിൽ നിന്ന് കുറച്ച് വുഡെടുത്ത് നമുക്ക് അതൊന്ന് ഇതാക്കാം. എന്നിട്ട് വേറെ വഴിയില്ല ഗൈസ്, എൻ്റെ എല്ലാം പോയി. 6 എണ്ണം ഉണ്ട്. ഇവിടെ എന്താ വെച്ചാവട്ടെ. ഓക്കെ, ഞാനത് ഇത്രയും ഇത് ഫുള്ള് ഞാൻ സ്റ്റിക്കാക്കുന്നില്ല, കുറച്ച് മാറ്റി വെച്ചേക്കാം. ഓക്കെ ഗൈസ്, എൻ്റെ ചെറിയൊരു പൊട്ടത്തരം. ഞാൻ ആ റിസ്ക് എടുത്ത ഒരു സ്റ്റെയർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കൊണ്ടുപോയി വീണ് കൊടുത്തു. ഞാൻ എന്തായാലും എൻ്റെ കയ്യിലിരിക്കുന്ന കുറച്ച് ഒന്നുമില്ല ഗൈസ്. എൻ്റെ കയ്യിൽ സ്റ്റോണും ഇല്ല ഗൈസ് എൻ്റെ കയ്യിൽ. അപ്പം ഞാൻ ഇനി വുഡ് ടൂൾസ് തന്നെ ഇനി ആവണമെന്നാണ്.
ഗൈസ് എൻ്റെ കയ്യിൽ സ്റ്റോണില്ല. ഞാൻ ഇത്രയും വലിയ വീട് പണിത് വെച്ചിട്ട് എൻ്റെ കയ്യിൽ ഒരു സ്റ്റോണില്ല. ഇതൊക്കെ സോംബി അല്ലേ, ഞാൻ സ്റ്റിക്കും കൊണ്ട് അടിക്കാം അവനെ. അവൻ ഡ്രൗൺ ആവൂലേ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ? വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് അവൻ ഡ്രൗൺ ആവൂലേ? ഡ്രൗൺ ആവുന്ന എനിക്ക് ആ വീഡിയോയിൽ നിന്ന് ഉൾപ്പെടുത്താൻ പറ്റില്ല. ഞാൻ എൻ്റെ കണ്ണും ഡ്രൗൺ ആയ അവൻ ഇല്ല, അവൻ അവിടെ തന്നെ നിൽക്കുകയാണ്. അവൻ അവിടെ തന്നെ നിൽക്കുകയാണ്. എൻ്റെ കയ്യിൽ കുറേ ഫുഡ് ഉണ്ടായിരുന്നു കേസ്, അതെല്ലാം പോയി. ഓക്കെ കേസ്, എൻ്റെ ചെറിയൊരു മണ്ടത്തരം എല്ലാവരും ക്ഷമിക്കണം. ഓക്കെ 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 എന്തായാലും ഒരു പിക്കാക്സ് ക്രാഫ്റ്റ് ചെയ്ത് ഒന്നും കൂടെ സ്റ്റോൺ ടൂൾസിലേക്ക് അപ്ഗ്രേഡ് ആവട്ടെ. ഞാൻ ഒരേ ഒരെണ്ണം എടുത്തു. ഞാൻ അതുകൊണ്ട് ഇനി ഒരു പിക്കാക്സും ക്രാഫ്റ്റ് ചെയ്യട്ടെ. ഈ പിക്കാക്സും കൊണ്ട് എനിക്കൊരു 10-20 കോബിൾസ്റ്റോൺ എനിക്ക് വേണ്ട വരും. മൈനിങ് ഏരിയയിലോട്ട് പോവാം. എൻ്റെ കയ്യിൽ കുറച്ച് റോ അയേൺ ഉണ്ടായിരുന്നു ഗൈസ്. എനിക്ക് അയേൺ ഫാം ഉണ്ടാക്കാൻ ഒരു ചെറിയൊരു ഇതുണ്ട്. കാരണം എനിക്ക് അയേൺ ഇല്ലെങ്കിൽ വേഗം അയേൺ ഫാം ആണ്. അതെന്താണെന്ന് എനിക്കറിയില്ല ഗൈസ്. കാരണം ഞാൻ എൻ്റെ ഒരു വേൾഡ്, അത് നിങ്ങൾ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ ആ വേൾഡ് ഒന്ന് പറഞ്ഞുതരാം. അല്ല, വേൾഡ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. വേൾഡിൽ ഞാൻ ഒരു മോബ് ഫാം ഉണ്ടാക്കിയിട്ടുണ്ട്, അയേൺ ഫാം ഉണ്ടാക്കിയിട്ടുണ്ട്. 2 കാര്യങ്ങളാണ് ഞാൻ ചെയ്തേക്കുന്നത്. അവിടെ കുറച്ച് കോപ്പർ നന്നായി. ഇത് മൈൻഡ് ചെയ്യണമെങ്കിൽ സ്റ്റോൺ പിക്കാക്സ് വേണം. ഇതും കൊണ്ട് മൈൻഡ് ചെയ്ത XP കിട്ടൂലല്ലേ? ഓക്കെ, കിട്ടുന്നുണ്ട്. കോപ്പർ കുറേ ഉണ്ടായിരുന്നെങ്കിൽ. ഇല്ല ഗൈസ്, ഒറ്റ കോപ്പറോട് ഇല്ലെങ്കിൽ ഇത് വാരിക്കോരി കിട്ടുന്ന സാധനം നോക്ക്. അതിനെ കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ ബ്ലോക്കും ഞാൻ പൊട്ടിച്ചു. ഇതിൻ്റെ പൊക്കത്തേക്ക് ഇതൊന്നും കൂടുന്നുണ്ട്. ഇത് ഇവിടെ ഒന്നുണ്ട്. അത് 3 കൊണ്ട് എനിക്കൊരു ആർമർ ടൂൾസ് സെറ്റ് ചെയ്യാം. നോക്ക് ഗൈസ്, ആകെ 3 പീസേ ഉള്ളൂ. ഞാനിനി കോള് മൈൻഡ് ചെയ്യുന്ന കുറച്ച് സ്റ്റോൺ മൈൻഡ് ചെയ്യട്ടെ. ഓക്കെ, ഞാൻ എന്തായാലും സ്റ്റോൺ ടൂൾസ് അപ്ഗ്രേഡ് ആയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഞാനങ്ങനെ 19 കോളും മൈൻഡ് ചെയ്തെടുക്കാം. 3 എണ്ണത്തിന് എനിക്ക് 12 എണ്ണം കിട്ടിയുള്ളൂ ഗൈസ്. കോപ്പറാണ്. അപ്പോൾ ഞാനത് ഇവിടുന്ന് സ്റ്റോൺ ടൂൾസായി. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാനുമില്ല. നമ്മുടെ വീഡിയോ ഇപ്പോൾ ഏകദേശം 22 മിനിറ്റ് ആയിട്ടുണ്ട് ഗൈസ്. നല്ല ലോങ് ആയി. ഇനി ഇടുന്ന എൻ്റെ വീഡിയോസ് എല്ലാം പരമാവധി ചെറുതാക്കാനാണ് നോക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഫുഡും കൂടെ ഒപ്പിച്ചിട്ട് നമുക്ക് ഇതങ്ങോട്ട് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. എന്ത് കൊള്ളാത്ത, എനിക്ക് കുറച്ച് ഫുഡും കൂടെ ഒപ്പിക്കണം. കുറച്ച് ഫുഡ് അതൊന്ന് സ്മോക്കറിൽ വെച്ച് സ്മെൽറ്റ് ചെയ്ത് കുക്ക് ചെയ്തതിന് ശേഷം കൂടെ നമുക്ക് ഈ ഒരു XPയും കിട്ടും. ഇനി മൈൻക്രാഫ്റ്റിൽ ഈ ഒരു XP അല്ലെങ്കിൽ ഈ ഒരു ലെവലിൻ്റെ ഗുണം എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അതിൻ്റെ ഒരു വേറൊരു ട്യൂട്ടോറിയൽ, അതായത് അതുകൊണ്ട് എന്തൊക്കെ യൂസ് ചെയ്യുമെന്ന് വെച്ചാൽ അതെങ്ങനെയൊക്കെ യൂസ് ചെയ്യാം, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. എനിക്കെന്തെങ്കിലും തിന്നാല് എന്തിനെങ്കിലും എനിക്ക് കൊല്ലാൻ പറ്റുള്ളൂ. ഈ ഒരു ഏരിയയിൽ ഞാൻ നോക്കിയാൽ നന്നായിട്ട് മോബ് സ്പോൺ ആവുന്നുണ്ട്. അവരെല്ലാം കൊന്നെനിക്കൊന്ന് കുക്ക് ചെയ്താൽ മതി. ഉണ്ടോ വലുതാവട്ടെ കൊച്ചൻ. ഞാനിപ്പോൾ അവിടെ നിന്നാണ് വന്നേ. അവിടെ തന്നെ 2 ഷീപ്പ് സ്പോണായി. ആ 2നെ എനിക്ക് കൊല്ലണം. ഞാൻ കൊണ്ടില്ല. ഇതാണ്ട് ഈ ചിക്കൻ, ഇതിനാണ് കുറച്ചും കൂടെ അങ്കർ പവർ. സ്റ്റീക്കിനാട്ടോ ഗൈസ് ഏറ്റവും നല്ല ഫുഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റീക്കാണ്. സ്റ്റീക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൗവിനെ കൊന്നിട്ടുന്നതാണ്. സ്റ്റീക്കും പോർക്കും നല്ല സാധനമാണ്.
മട്ടനേക്കാൾ നല്ല സാധനം സ്റ്റീക്കും പോർക്കുമാണ്. നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കാൻ ഏറ്റവും നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റീക്കും പോർക്കും തന്നെയാണ്. ഇനി അത് തമ്മിൽ കമ്പയർ ചെയ്യണമെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. ഏറ്റവും നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റീക്കോ പോർക്കോ ഏതെങ്കിലും ഒന്ന്. എൻ്റെ ഫോണിപ്പോൾ നന്നായിട്ട് ഹീറ്റാവുന്നുണ്ട്. ഓക്കെ, ഇവിടെ വേറൊന്ന് മോബൊന്നും ഇപ്പോൾ സ്പോണായിട്ടില്ല. ഇവിടെ വേറൊന്നും സ്പോണിങ് അതാ ഷേപ്പ് സ്പോണായി. പോർക്ക് വെച്ചാൽ എനിക്ക് കുറച്ച് നേരം കൂടെ ഓടാൻ പറ്റും. ഇവനെയും തീർത്ത് ഒരു പിഗിനെയും കൂടെ ഒന്ന് തീർത്തോട്ടെ. പിഗ്ഗ പോലെ പോലെ എനിക്ക് ഓടാൻ വയ്യ, അതുകൊണ്ടാ. ഓക്കെ, ഇപ്പോൾ ഇവിടുത്തെ മോബെല്ലാം തീർന്നിട്ടുണ്ട്. അത് അവിടെ ഒരു കവ് നിൽക്കുന്നു. ആ ബേബി പിക്ക് പോയോ? നിങ്ങളങ്ങനെ ക്രീപ്പറിൻ്റെ അടുത്ത് അങ്ങനെ ചെയ്താൽ മതി. പക്ഷേ ക്രീപ്പറിന് അടിക്കുമ്പോൾ നിങ്ങൾ അടിച്ചടി ബാക്കോട്ടേക്ക് എന്തെങ്കിലും ബ്ലാസ്റ്റ് ആവും, ഉറപ്പാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ ഡാമേജ് എടുക്കുമ്പോൾ ബ്ലാസ്റ്റ് ആവില്ല നിങ്ങൾക്ക് തോന്നുമെങ്കിൽ തെറ്റാണ്. ഞാനൊന്ന് ചത്തിട്ടുണ്ട് ഗൈസ്, അതുകൊണ്ടാണ് പറയുന്നത്. നീ പോടുന്നു, അവൻ്റെ അമ്മേനെ അച്ഛനെ എല്ലാവരെയും ഞാൻ കൊന്നു. ഇനിയിപ്പോൾ ഇവിടെ ആർക്കും വേണ്ടതല്ല, ഇതിനൊക്കെ ഒരു കാലം ഉപയോഗിക്കണം. എനിക്കൊരു സാഡിൽ ക്രാഫ്റ്റ് ചെയ്യണം. ഇപ്പം എൻ്റെ ഒറ്റ അയ്യാണ് ഗൈസ്. ഓക്കെ, എനിക്കങ്ങനെ ആവശ്യത്തിനുള്ള ഫുഡ് കിട്ടി. ഇനി ഞാൻ നേരെ പോട്ടെ. കുറേ XP എനിക്ക് കിട്ടിയിട്ടുണ്ട്, കുറേ 5 ലെവൽ എനിക്ക് കിട്ടി. കുറേ ഞാൻ കോപ്പറും മൈൻ ചെയ്തു. സ്മോക്കർ എടുക്കുക, പ്ലാങ്ക് വെച്ച് കൊടുക്കുക. ഫസ്റ്റ് നമുക്ക് വേണ്ടി പോർക്ക് വെച്ച് കൊടുക്കാം. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് കുക്ക് ചെയ്യട്ടെ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ബൈ ബൈ. ഇന്നത്തെ നമ്മുടെ മെയിൻ ഗോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. നമ്മുടെ ഈ ഒരു ഇതൊന്ന് സെറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇത് തന്നെയായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ ഗോള്. അപ്പം ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ, സി യു.